ഒരു മാസം കൊണ്ട് 8 മുതൽ 12 കിലോ വെയിറ്റ് നമുക്ക് വളരെ ഹെൽത്തി ആയ ഒരു ഡയറ്റിലൂടെ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ ഭാഗ്യ, Q&B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അമിതവണ്ണം അല്ലെങ്കിൽ ഒബിസിറ്റി എന്നൊക്കെ പറയുന്നത് ഒരുപാട് ആളുകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത് ശാരീരികമായിട്ട് മാത്രമല്ല, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവരിൽ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പം ശാരീരികമായിട്ട് വെയിറ്റ് കൂടുന്ന സമയത്ത് ഗേൾസിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് PCOD പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ തൈറോയ്ഡ് കംപ്ലയിൻറ്റ്സ്, അമിതവണ്ണം കൂടുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ബോഡിയിൽ വരുന്ന ഓവറായിട്ട് വരുന്ന ഹീറ്റ് മൂലമുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ഇങ്ങനെ ഒരുപാട് ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ട് അവരിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ജെൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അസുഖങ്ങൾ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ലേഡീസിനും കൂടി ബാധകമാണ്. അതായത് ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾ, മെറ്റബോളിക് സിൻഡ്രോംസ്, ഷുഗർ വരുന്നത്, BP പെട്ടെന്ന് കൂടുന്നത്, സ്ട്രോക്ക് വരുന്നത്, അങ്ങനെ കൊളസ്ട്രോൾ കൂടുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് ആളുകളിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ചിലപ്പം ഭക്ഷണം കഴിച്ചതുകൊണ്ടായിരിക്കില്ല വെയിറ്റ് വെക്കുന്നത്, മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങനെ ചിലപ്പോൾ അവരുടെ ബോഡിയിൽ വെയിറ്റ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്. കാരണം എന്തെങ്കിലും ഒരു കാരണമില്ലാതെ വെയിറ്റ് വെക്കില്ല. നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ആദ്യം തന്നെ പറയുന്നത് ചിട്ടയല്ലാത്തൊരു ഭക്ഷണ രീതിയൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. അതായത് നമ്മൾ അമിതമായിട്ട് കഴിക്കുക, നമ്മളെ ബോഡീന് വേണ്ടതിനേക്കാളും കൂടുതൽ കലോറീസ് ഉള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ഇത് ഫാറ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും സ്റ്റോർ ചെയ്യപ്പെടും. ഇപ്പം നമ്മളത് ലിവറിന് ചുറ്റൊക്കെയാണ് ഫാറ്റ്, കൊഴുപ്പ് വന്ന അടിയുന്നതെങ്കിൽ നമ്മളതിനെ ഫാറ്റി ലിവർ എന്ന് പറയും. ഈ ഫാറ്റി ലിവർ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് സിറോസിസിലോട്ട് മാറും. സിറോസിസിലോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗനാണ് ലിവർ. ഈ ലിവറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ലിവർ ചെയ്യേണ്ട കുറേ കർമ്മങ്ങളുണ്ട്, ഇതൊന്നും നടക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ ബോഡി വീണ്ടും വീണ്ടും പ്രിപ്പയർ ആവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊരു ആദ്യത്തെ സമയം തന്നെ, അതായത് ഒരു അമിതവണ്ണം കൂടിയിട്ട് നമുക്കൊരു കൊടവയറ് വരിക അല്ലെങ്കിൽ ഒരു പൊണ്ണത്തടിയിലോട്ട് മാറുന്ന സമയത്ത് തന്നെ നിങ്ങൾ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ അതിന് ഞാൻ പറഞ്ഞു, ഒരു വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കൊരു മരുന്ന് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടിപ്പ് ഉപയോഗിച്ചിട്ടോ ഒന്നും കുറയ്ക്കാൻ സാധിക്കില്ല. എന്താണെങ്കിലും നമ്മുടെ ഭക്ഷണ ക്രമീകരണം നേരെയാക്കണം. അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കണം. അസുഖം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ ഒരു അസുഖത്തിനെ കറക്റ്റ് ചെയ്തിട്ട് ബോഡി ഫങ്ഷൻസൊക്കെ നോർമലായിട്ടുള്ള രീതിയിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഡയറ്റിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. പിന്നെ നിങ്ങൾ വർക്കൗട്ട് എന്താണെങ്കിലും ചെയ്തിരിക്കണം. മെയിനായിട്ടും എന്തൊക്കെ വർക്കൗട്ടാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒബിസിറ്റി അഥവാ അമിതവണ്ണം എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ട് കൊഴുപ്പ് വന്നടിഞ്ഞ് കൂടുമ്പോൾ നമ്മുടെ വെയിറ്റൊക്കെ വല്ലാതെ കൂടുക, നമ്മളെ ഹൈറ്റിനേക്കാളും കൂടുതലായിട്ട് വെയിറ്റ് മാറുന്നത്. അപ്പോൾ ഒട്ടുമിക്ക സമയത്ത് നിങ്ങൾ നോക്കാൻ വിടുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങളിപ്പോൾ ഒരു ഡയറ്റ് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് നോക്കണം, നിങ്ങളുടെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് നിങ്ങൾ ഡയറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എത്രത്തോളം വെയിറ്റ് അവിടെ കുറഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ അങ്ങ് തുടർന്ന് പോവുകയും ചെയ്യും. നമുക്ക് അതിന് അത്ര ഒരു സീരിയസ് ആയിട്ട് നമ്മൾ കാണത്തൂല. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ വെയിറ്റ് നോക്കാം. അപ്പോൾ അത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം. അതിന് നിങ്ങളെ ഹൈറ്റിനനുസരിച്ചാണോ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് BMIയുടെ അടിസ്ഥാനത്തിലാണ്, അതായത് ബോഡി മാസ് ഇൻഡെക്സ്, അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹൈറ്റിൽ നിന്നൊരു 100 മൈനസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു 2 ആഡ് ചെയ്യുക, 2 കുറയ്ക്കുകയും ചെയ്യുക. ഈ സമയത്ത് വരുന്നതാണ് നിങ്ങളെ ഐഡിയൽ വെയിറ്റ്. അതായത് ഒരു 170 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 100 മൈനസ് ചെയ്യുന്ന സമയത്ത് 70 കിട്ടി. അപ്പോൾ 70നോട് +2 ആഡ് ചെയ്യുക, -2 ആഡ്. അപ്പോൾ 68നും 72ൻ്റെ ഇടയ്ക്കായിരിക്കണം നമ്മുടെ ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ എന്ത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്തൊക്കെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നിങ്ങളെ വെയിറ്റ് കൂടാമെന്ന്. അതിലുള്ളൊരു മെയിൻ അസുഖമാണ് എന്ത്, തൈറോയ്ഡ് എന്ന് പറയുന്നത്. തൈറോയിഡിന് വരുന്ന എന്തെങ്കിലും ഒരു ഡിസ്ഫങ്ഷൻസ്, ചില ആളുകൾ ഹൈപ്പോതൈറോയിഡ്സ് ഉണ്ടെങ്കിൽ അവരിങ്ങനെ വെയിറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. മെയിനായിട്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ കൊറോണ ആയ സമയത്തൊക്കെ നമ്മളെല്ലാവരും വെറുതെ ഇരിപ്പായിരുന്നു. വെറുതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്ത് ഓരോരോ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് നമ്മുടെ വെയിറ്റ് വല്ലാതെ കൂടി വരുന്നത് കൊണ്ട് തന്നെ പെൺകുട്ടികളിലൊക്കെ PCOD ഒരുപാട് വർദ്ധിച്ചു. അതുപോലെ തന്നെ എല്ലാവരിലും തന്നെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡീസിലാണെങ്കിൽ നമ്മളൊരു 10 കിലോ ആണ് മെയിനായിട്ടും കൂടേണ്ടത്. അത് ചേഞ്ചായിട്ട് 15ഉം 20ഉം വെയിറ്റൊക്കെ കൂടിയിട്ട് പ്രഗ്നൻസി തന്നെ ഈ ഷുഗർ വന്ന ഒരുപാട് ആളുകളുണ്ട്.
അതായത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് വേണ്ടത്ര വർക്കൗട്ടും കിട്ടുന്നില്ല, ഈ അമിതമായിട്ട് വരുന്ന ഫാറ്റ് ഒന്നും ബേൺ ആയി പോകുന്നുമില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും കഴിക്കുന്ന സമയത്ത് ഇത്രത്തോളം കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ കഴിക്കേണ്ടത്, ഇത്രത്തോളം പ്രോട്ടീൻസ് ആണ് കഴിക്കേണ്ടത്, അതുപോലെ തന്നെ ഇത്ര എമൗണ്ട് നമ്മൾ നല്ല കൊഴുപ്പ് കഴിക്കണം. കൊഴുപ്പ് കഴിക്കുന്ന സമയത്ത് എല്ലാവർക്കും പേടിയാണ്, എന്ത് നമ്മൾ കൊഴുപ്പ് ഓവറായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അറ്റാക്ക് വരില്ലേ, കൊളസ്ട്രോൾ വരില്ലേ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ നിങ്ങളെ ശരീരം